ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നമ്മൾ ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന CBA കുറിച്ചാണ്. നമ്മുടെ സാമൂഹ്യാധിഷ്ഠിത പരിപാടി ജൂലൈ 11 നടത്തുന്നതാണ് ലോക ജനസംഖ്യാ ദിനം, വേൾഡ് പോപ്പുലേഷൻ ഡേ. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം നമ്മളത് പോർഷൻ ട്രാക്കറിൽ നമ്മൾ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആയിട്ടാണ് രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ പോർഷൻ ട്രാക്കറിലേക്ക് വരാം. അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ അംഗനവാടികൾ നിങ്ങൾ ബെനിഫിഷ്യറീസിനെ വരുത്തിയിട്ടാണല്ലോ CBA ചെയ്യുക. കുട്ടികളും അമ്മമാരും അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട പടങ്ങൾ വരച്ച് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ നിങ്ങൾ കണ്ട വേൾഡ് പോപ്പുലേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് അംഗനവാടികൾ ചെയ്തിരുന്ന ആക്ടിവിറ്റീസിൻ്റെ ഒരു ഫോട്ടോ ആണ്. കണ്ട. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ വരയ്ക്കാം. നിങ്ങൾക്കൊരു ചാർട്ട് പേപ്പർ വാങ്ങാം. ചാർട്ട് പേപ്പർ, അതുപോലെ സ്കെച്ച് പേന, സ്കെയില്, റൂള്, ഇതൊക്കെ വാങ്ങി നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് അതിന് വേണ്ടി ഫണ്ട് ഉണ്ടല്ലോ സ്റ്റേഷനറിക്ക്. കണ്ട. അപ്പോൾ ഇതാവുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് കുട്ടികളെയായാലും അമ്മമാരെയായാലും ബെനിഫിഷ്യറീസിനെ ആണെങ്കിലും പെട്ടെന്ന് ബോധ്യപ്പെടുത്താം, കൺവിൻസ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഇതുപോലെ കണ്ട. ഇതൊക്കെ കുറച്ച് മോഡലുകളാണ് കേട്ടോ. വേൾഡ് പോപ്പുലേഷൻ ഡേ ബന്ധപ്പെട്ട സേവ് എർത്ത് കൺട്രോൾ പോപ്പുലേഷൻ കണ്ടില്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തന്നതാണ്. സോ ഇതിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു നോട്ട് നമ്മളിപ്പോൾ തരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൾറെഡി അയച്ചു തരും. ഞാനിപ്പോൾ അതിന് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് നിങ്ങളുടെ നോട്ട് വരുന്നത്. കണ്ട. വേൾഡ് പോപ്പുലേഷൻ ഡേയുമായി ബന്ധപ്പെട്ട കണ്ട ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിൻ്റെ അനുസ്മരണാർത്ഥമാണ് ഓരോ ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുവാൻ ആരംഭിച്ചത്. കണ്ട. 1987. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ജനസംഖ്യ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾക്കത് ഒക്കെ ഗൂഗിളിൽ നിന്ന് കിട്ടും. ഇപ്പോൾ നോക്കി നിങ്ങൾ കണ്ട. ഇത് കംപ്ലീറ്റ് നോട്ടുണ്ട്. ഇത് കുടുംബാസൂത്രണത്തിൻ്റെ ആവശ്യകത, കുടുംബാസൂത്രണ മാർഗങ്ങൾ, കണ്ട ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ നോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പുകൾ വഴി, പോഷൺ അഭിയാൻ ഗ്രൂപ്പുകൾ വഴി നിങ്ങൾക്ക് അയച്ചു തരും. ICDS ഗ്രൂപ്പുകൾ വഴി നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നോട്ടുകൾ പ്രിൻ്റ് എടുത്ത് വായിക്കണമെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിൽ തന്നെ വായിച്ച് പോയിൻറ്റ്സ് എഴുതി വെച്ചിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ. സോ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നിങ്ങളിവിടെ നോക്കിയാൽ 2024 ജൂലൈ 11 വ്യാഴാഴ്ചയാണ് ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്. ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ട. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തീം ഓഫ് പോപ്പുലേഷൻ ഡേ, ഈ 2024 തീം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. കണ്ട. 2024 പോപ്പുലേഷൻ നിങ്ങൾ നോക്കിയാൽ. അപ്പോൾ നമ്മളൊരു പോപ്പുലേഷനായിട്ട് ഇതിനായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആരെങ്കിലും ചോദിക്കുകയാണ് ഇപ്പോഴത്തെ ലോക ജനസംഖ്യ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞത് മോശമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇത് കണ്ട. ജനസംഖ്യ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കുക ഗൂഗിളിൽ നോക്കിയിട്ട്. ഇനി ഞാൻ എങ്ങനെയാണ് ഇത് പോർഷൻ ട്രാക്കറിൽ എൻ്റർ ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. എല്ലാവരും പോർഷൻ ട്രാക്കർ ഓപ്പൺ ആക്കുക. പോർഷൻ ട്രാക്കർ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ മോർ ഓപ്ഷനിൽ പോവുക. മോർ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ഇവൻറ്റുകൾ കണ്ട, ഇവൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾ CBA എടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ട ഈ മാസം ജൂലൈ 4 ചെയ്ത CBA അവിടെ ഉണ്ട്. നോക്കിയാൽ അന്നപ്രസാദ് ദിവസ് കണ്ട. അപ്പോൾ അത് ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ അത് ഇല്ല എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് അത് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ വരില്ല. ദെൻ നിങ്ങൾ പുതിയത് AD CBA ക്ലിക്ക് ചെയ്യുക. ഡേറ്റ് നിങ്ങൾ കൊടുക്കുമ്പോൾ അറിയാമല്ലോ 11 സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. 11 സെലക്ട് ചെയ്യുക. തീം നമ്മൾ കണ്ടു, എന്താണ്, പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കണ്ട. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സബ്മിറ്റ് ആവും. സോ നിങ്ങൾ എന്ത് ചെയ്യണം, തൊട്ടടുത്ത ദിവസം അത് അവിടെ വന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ ഓരോ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഇതിൽ വന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പ്രൂഫായിട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.